ഗാലക്സി A14 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഈ അടുത്താണ്. ഗാലക്സി A13 അനുസ്മരിപ്പിക്കുന്ന നിർമ്മാണ രീതിയിലുള്ള ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മികച്ച നിർമ്മാണ നിലവാരമാണ് പുതിയ ഗാലക്സി A14 5Gക്കുള്ളത്. ലംബമായി ക്രമീകരിച്ചിരിക്കുന്ന ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം, LED ഫ്ലാഷും അവയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു. ഫോണിന്റെ പുറംചട്ട വില കൂടിയ ഫോണുകളെ അനുസ്മരിപ്പിക്കുന്നു. ഈടുറ്റതാണെന്ന തോന്നൽ ഫോൺ എടുക്കുമ്പോൾ ലഭിക്കുന്നു. ഫോണിന്റെ പ്രതലത്തിലെ ടെക്സ്ചർ ഫോൺ കയ്യിൽ നിന്നും വഴുതി വീഴാതിരിക്കാൻ സഹായിക്കുന്നുവെന്ന് പറയണം. ഈ ടെക്സ്ചർ ബോഡിയിൽ വിരലടയാളം പതിയുന്നത് ഇല്ലാതാക്കുന്നു. മറ്റ് പല ഫോണുകളിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ 3.5mm ഓഡിയോ ജാക്ക് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഹെഡ്ഫോൺ ഗാലക്സി A14 5Gക്കൊപ്പം ലഭിക്കില്ല. സ്പീക്കറും തരക്കേടില്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട്. ഫോണിന്റെ ടൈപ്പ് സി പോർട്ടും മൈക്കും അടിയിൽ തന്നെയാണ്. ഫ്രെയിമിന് മുകളിൽ മൈക്ക് മാത്രമാണുള്ളത്. ഫ്രെയിമിന്റെ ഇടതുവശത്താണ് സിം സ്ലോട്ട് ഡ്രോ. എതിർവശത്ത് വോളിയം ബട്ടൺ, പവർ ബട്ടൺ എന്നിവയുണ്ട്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറായും പ്രവർത്തിക്കുന്നത്. ബയോമെട്രിക് സെൻസറും മികച്ച പ്രകടനം നടത്തുന്നു. ഗാലക്സി A14 5Gക്ക് 6.6 ഇഞ്ച് വലുപ്പമുള്ള ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതിന് 400 ppi പിക്സൽ ഡെൻസിറ്റിയും 90 Hz റീഫ്രഷ് റേറ്റുമുണ്ട്. കണ്ടന്റ് സ്ക്രോൾ ചെയ്യുന്നതിനും വീഡിയോ കാണുന്നതിനും ചെറിയ ഗെയിമുകൾക്കും ഇത് മതിയാകും. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ലെവൽ മികച്ചതാണ്. ഇന്റർനെറ്റ് ബ്രൗസിംഗ്, ഇമെയിൽ പരിശോധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രശ്നമില്ലാതെ നടത്താം. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസും സാംസങ് നൽകുന്നുണ്ട്. ഫോണിന് ശക്തി പകരുന്നത് സാംസങ്ങിന്റെ സ്വന്തം Exynos 1330 പ്രോസസ്സറാണ്. ഇതിന് 8 കോറുകളുണ്ട്. ഇവയിൽ 2 കരുത്ത് വേണ്ട സമയത്ത് പ്രവർത്തിക്കും. അതിനൊപ്പം കാര്യക്ഷമതയ്ക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന 6 കോറുകളാണുള്ളത്. ഫോണിന് 3 വേരിയന്റുകളാണുള്ളത്. 4GB + 64GB, 6GB + 128GB, 8GB + 128GB. റാമിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള മോഡാണ് റാം പ്ലസ്. ഗാലക്സി A14 5G ഫോണിന് റാം പ്ലസ് പ്രയോജനപ്പെടുത്താം. സ്റ്റോറേജ് ശേഷി ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടെങ്കിലാണ് ഇത് ഗുണകരമായി ഉപയോഗിക്കാനാകുക. ഇങ്ങനെ 8GB വരെ കിട്ടുമെന്ന് സാംസങ് പറയുന്നു. ഏറ്റവും കുറഞ്ഞ റാമുള്ള മോഡലിന് റാം 8GB വരെയാക്കാം. അതേസമയം 8GB റാമുള്ള വേരിയന്റ് 16GB റാം ഉണ്ടെങ്കിൽ എന്ന വണ്ണം പ്രവർത്തിപ്പിക്കാം. മികച്ച ബാറ്ററി ലൈഫുള്ള മോഡലാണിത്. ഗാലക്സി A14 5Gന് 5000 mAh ആണ് ബാറ്ററി. അമിത ഉപയോഗം ഇല്ലെങ്കിൽ സുഖമായിട്ട് ഒരു ദിവസം ലഭിക്കും. ഏതാനും കോളുകളും അല്പം ഇന്റർനെറ്റ് ബ്രൗസിംഗും ഒക്കെ ആണെങ്കിൽ ബാറ്ററി ലൈഫ് 1.5 ദിവസമോ അതിലേറെയോ ലഭിക്കും. പവർ സേവിംഗ് മോഡിൽ ഫോൺ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. കൂടെ ചാർജറില്ല. ഫോണും ഡാറ്റ കേബിളും മാത്രമാണ് സാംസങ് നൽകുന്നത്. ഫോണിന് 50 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുണ്ട്. പഴയ ചാർജർ ഉപയോഗിക്കുകയോ പുതിയൊരെണ്ണം വാങ്ങുകയോ വേണ്ടിവരും. എയർടെലിന്റെയും ജിയോയുടെയും 5G നെറ്റ്വർക്കുകൾ ഗാലക്സി A14 5G സപ്പോർട്ട് ചെയ്യുന്നു. പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന ക്യാമറയുടേത് നിരാശപ്പെടുത്താത്ത പ്രകടനമാണ്. ഈ ക്യാമറയ്ക്ക് 50MP ആണ് റെസല്യൂഷൻ. ഇതിന് f1.8 അപ്പർച്ചറും ഫേസ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസ് സംവിധാനവുമുണ്ട്. ഒപ്പമുള്ളത് 2MP മാക്രോ, 2MP ഡെപ്ത് സെൻസർ എന്നിവയാണ്. വശ്യതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നു. മാക്രോ ഫോട്ടോകളും വിശദാംശങ്ങൾ ചോരാതെ എടുക്കുന്നു. പ്രധാന ക്യാമറയുടെ പ്രകടനം അവസരത്തിനൊത്ത് ഉയരുന്നതിനാൽ പലരും മറ്റ് ലെൻസുകളുടെ അഭാവം ശ്രദ്ധിച്ചേക്കില്ല. പ്രധാന ക്യാമറയ്ക്ക് സാധാരണ ക്യാമറകളേക്കാൾ വൈഡ് പോകാൻ സാധിക്കും. കൂടാതെ അതിന്റെ 2 മടങ്ങ് ഒപ്റ്റിക്കൽ സൂമും മികച്ച പ്രകടനം നടത്തുന്നു. സൂം ഉപയോഗിക്കുമ്പോൾ ഡിജിറ്റൽ സൂം ചെയ്തെടുക്കുന്ന ചിത്രങ്ങളിൽ കാണുന്ന തരം കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. പോർട്രേറ്റ് മോഡിൽ മികച്ച ബോക്കെ എഫക്റ്റ് സൃഷ്ടിക്കാൻ പോലും ഫോണിന് സാധിക്കും. ഫോട്ടോ എടുത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നയാളാണെങ്കിൽ പരീക്ഷിക്കാൻ പല മോഡലുകളും ഗാലക്സി A14 5Gയിലുണ്ട്. സെൽഫിക്കായി നൽകിയിരിക്കുന്നത് 13MP f2 ക്യാമറയാണ്. മികച്ച സെൽഫി ഒട്ടുമിക്കപ്പോഴും ലഭിക്കുന്നതായിട്ടാണ് അനുഭവം. പകൽ വെളിച്ചത്തിൽ കളറിനൊക്കെ സ്വാഭാവികത തോന്നും. മുൻ പിൻ ക്യാമറകൾക്ക് സെക്കൻഡിൽ ഫുൾ HD വീഡിയോ പകർത്താനുള്ള ശേഷിയുണ്ട്. വീഡിയോ മിക്കപ്പോഴും ഷെയ്ക്ക് ആകാതെ പകർത്താനാകുന്നു എന്നതും മറ്റൊരു മികവാണ്. ഫോണിന് 2 വർഷത്തേക്ക് OS അപ്ഡേറ്റ് സാംസങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 4 വർഷത്തേക്ക് സുരക്ഷാ അപ്ഡേറ്റ് ലഭിക്കും. അതായത് 2027 വരെ സൈബർ ഭീഷണി നേരിടേണ്ടി വന്നേക്കില്ല. ഇതെല്ലാം
സാംസങ് നടത്തിയിരിക്കുന്ന നല്ല നീക്കങ്ങളാണ്. ചുരുങ്ങിയ കാലയളവിലെ ഉപയോഗത്തിന് ശേഷം ഈ ഫോണിന്റെ പ്രകടനത്തിന് മികച്ച മാർക്ക് നൽകാതെ വയ്യ. അതേസമയം ദീർഘകാല ഉപയോഗത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമോ എന്ന് പ്രവചിക്കാനും സാധ്യമല്ല.